ഇനി നമുക്ക് ല്യൂക്കോസൈറ്റ്സിനെ കുറിച്ച് നോക്കാം. ല്യൂക്കോസൈറ്റ് എന്ന് പറയുമ്പോൾ WBC. ല്യൂക്കോ മീൻസ് വൈറ്റ്, സൈറ്റ് മീൻസ് സെല്ല്. അപ്പോൾ വൈറ്റ് സെല്ലുകൾ. അപ്പോൾ WBCകൾ നമ്മൾ നേരത്തെ പറഞ്ഞു RBCയുടെ അത്ര കാണുന്നില്ല, WBC കുറവാണ്. എത്രയാണ് നോർമൽ കൗണ്ട്? 6000 to 8000 per mm³ ഓഫ് ബ്ലഡ്. ഒരു ക്യൂബിക് മില്ലിമീറ്റർ ബ്ലഡില് അല്ലെങ്കിൽ മൈക്രോ ലിറ്റർ ബ്ലഡില് വെറും 6000 8000 എണ്ണം അത്രയും മാത്രമേ ഉള്ളൂ. ഓക്കെ, നേരത്തെ പറഞ്ഞ മില്യൺ ഒക്കെയാണ്, ഇത് വെറും 6000 8000 എണ്ണം. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പൊ WBC കുറവാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു WBCനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, ഗ്രാനുലോസൈറ്റും അഗ്രാനുലോസൈറ്റും. ഗ്രാനുലോസൈറ്റിന്റെ പ്രത്യേകത സൈറ്റോപ്ലാസം കണ്ടെയ്ൻ ഗ്രാന്യൂൾസ്. ഗ്രാനുലോസൈറ്റുകളുടെ സൈറ്റോപ്ലാസത്തില് പ്രോട്ടീനേഷ്യസ് ഗ്രാന്യൂൾസ് കാണും, അതുകൊണ്ട് അതിനെ ഗ്രാനുലോസൈറ്റ്സ് എന്ന് വിളിക്കുന്നു. അപ്പം നമുക്ക് അറിയാം ഏതൊക്കെയാ ഗ്രാനുലോസൈറ്റ്സ്. ബെൻ ആയിരുന്നു അല്ലേ? ബെനിൽ ബി എന്താണ്? ബി ഫോർ ബേസോഫിൽ. അപ്പൊ നമുക്ക് ആദ്യം ബേസോഫിലിനെ നോക്കാം. ബേസോഫിൽ എത്ര പെർസെന്റേജ് ആണ്? 0.5 to 1%. വളരെ കുറവല്ലേ? അപ്പൊ ഇതാണ് ലീസ്റ്റ് അബണ്ടന്റ് WBC. ഏറ്റവും കുറവ് ടോട്ടൽ WBC കൗണ്ടില് ലീസ്റ്റ് അബണ്ടന്റ്, വളരെ കുറവ് കാണുന്ന WBC ആണ് ബേസോഫില്. ഈ ബേസോഫില്ലിന്റെ ചിത്രമാണിത്. ബേസോഫില്ലിന് ന്യൂക്ലിയസ് ഉണ്ട്. ഈ WBCകൾക്കൊക്കെ ന്യൂക്ലിയസ് ഉണ്ട്. അപ്പോ ഒരു എസ് ഷേപ്പ് ന്യൂക്ലിയസ് ആണ്. ഇംഗ്ലീഷ് ലെറ്റർ എസ് എന്ന് എഴുതിയതുപോലത്തെ ന്യൂക്ലിയസ് ആ. പിന്നെ ഇതിനിങ്ങനെ ലോബുകൾ ഉണ്ട്. ഇതൊരു ലോബാണ്, ഇതൊരു ലോബാണ്, ഇതൊരു ലോബാണ്. അങ്ങനെ ലോബ്ഡ് ന്യൂക്ലിയസ് ആണ്. എസ് ഷേപ്പ് ലോബ്ഡ് ന്യൂക്ലിയസ് ആണ്. പിന്നെ അതിന്റെ സൈറ്റോപ്ലാസത്തില് ഗ്രാന്യൂൾസ് കാണുന്നു, അതുകൊണ്ട് ഇത് ഗ്രാനുലോസൈറ്റ് ആണ്. ഓക്കെ, പിന്നെ ഈ ബേസോഫിൽ സെക്രീറ്റ് ചെയ്യുന്ന കെമിക്കലുകളാണ് ഹിസ്റ്റമിൻ, സെറോട്ടോണിൻ, ഹെപ്പാരിൻ. ബേസോഫിൽ സെക്രീറ്റ് ഹിസ്റ്റമിൻ, സെറോട്ടോണിൻ and heparin and are involved in inflammatory reactions. പിന്നെ ബേസോഫിൽ ഇൻവോൾവ് ചെയ്യുന്നത് ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസിലാണ്. നമുക്കിപ്പോൾ മുറിവൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ മുറിവിന് ചുറ്റും ഇങ്ങനെ വീക്കം വരും അല്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസിലൊക്കെ ഇൻവോൾവ് ചെയ്യുന്ന ഒരു WBC ആണ് ബേസോഫില്. അടുത്തത് ഈസിനോഫിൽസ് ആണ്. ഈസിനോഫില് 2 to 3% ആണ് ടോട്ടൽ WBC കൗണ്ടിൽ കാണുന്നത്. ഈസിനോഫിലിന്റെ ചിത്രമാണിത്. ഈസിനോഫിലിന് ബൈലോബ്ഡ് ന്യൂക്ലിയസ് ആണ്, ഒരു ഹെഡ്സെറ്റിന്റെ ആകൃതിയിലുള്ള ന്യൂക്ലിയസ് ആണ്. പിന്നെ അതിൽ ഗ്രാനുൾസ് കാണും, അത് ഗ്രാനുലോസൈറ്റ് ആണ്. പിന്നെ ഈസിനോഫിൽസിന്റെ പ്രത്യേകത, നമ്മുടെ ബ്ലഡിൽ ഈസിനോഫിൽ വല്ലാതെ കൂടുന്ന പ്രശ്നത്തെ നമ്മൾ ഈസിനോഫീലിയ എന്ന് പറയും. ഓക്കെ, അപ്പോ ഈ ഈസിനോഫിൽസ് ചെയ്യുന്ന ഫങ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് റെസിസ്റ്റ് ഇൻഫെക്ഷൻസ്. നമുക്ക് രോഗങ്ങൾ വരാതെ നോക്കുന്നത് ഈസിനോഫിൽ ആണ്, റെസിസ്റ്റ് ഇൻഫെക്ഷൻസ്. പിന്നെ ആൻഡ് ആർ ഓൾസോ അസോസിയേറ്റഡ് വിത്ത് അലർജി റിയാക്ഷൻ. നമ്മുടെ അലർജി റിയാക്ഷൻസ് ഒക്കെ ഉള്ള സമയത്ത്, അലർജി ഉള്ള സമയത്ത്, അലർജി എന്ന് പറഞ്ഞാല് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം കൂടുതലായിട്ട് പ്രതികരിക്കുന്നതിനെയാണ് നമ്മൾ അലർജി എന്ന് പറയുക. ഇപ്പൊ തുമ്മലാണെങ്കിൽ കൂടുതലായിട്ട് തുമ്മുക. ഓക്കെ, ഈ പഴകിയ പൊടിയൊക്കെ ശ്വസിക്കുമ്പോൾ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഓഫ് അവർ ഇമ്മ്യൂൺ സിസ്റ്റം അഗെയിൻസ്റ്റ് സെർട്ടൈൻ ആന്റിജൻ പ്രസന്റ് ഇൻ എൻവയോൺമെന്റ്. നമ്മുടെ എൻവയോൺമെന്റിലുള്ള ചില കെമിക്കലുകളോട് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഹൈപ്പർ ആയിട്ട് കൂടുതലായിട്ട് സെൻസിറ്റീവ് ആകുന്ന പ്രശ്നത്തെയാണ് നമ്മൾ അലർജി എന്ന് പറയുക. അപ്പൊ ഈ അലർജി ഉള്ള സമയത്ത് നമ്മുടെ ബ്ലഡില് കൂടുതലായിട്ട് ഈസിനോഫിൽസ് സെക്രീറ്റ് ചെയ്യപ്പെടാറുണ്ട്. അപ്പൊ ഈസിനോഫില് എന്തുമായിട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്, അലർജി റിയാക്ഷൻസ് ഉണ്ടാക്കുന്നതും ഈസിനോഫില്ലാണ്. വല്ലാതെ ഈസിനോഫിൽ കൂടുമ്പോഴുള്ള അവസ്ഥയാണ് ഈസിനോഫീലിയ. അപ്പൊ ഈസിനോഫിലിന്റെ ഫംഗ്ഷൻ ഇറ്റ് റെസിസ്റ്റ് ഇൻഫെക്ഷൻസ് ആൻഡ് ആർ ഓൾസോ അസോസിയേറ്റഡ് വിത്ത് അലർജി റിയാക്ഷൻസ്. മൂന്നാമത്തത് ന്യൂട്രോഫിൽ ആണ്. ന്യൂട്രോഫില് 60 to 65% ആണെന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ ഈ ന്യൂട്രോഫിലിന്റെ ചിത്രമാണിത്. ന്യൂട്രോഫിലിന് മൾട്ടി ലോബ്ഡ് ന്യൂക്ലിയസാ, അതായത് ഒരുപാട് ലോബുകൾ കാണും. ഓക്കെ, അപ്പോ ഇതൊരു ലോബാണ്, ഇതൊരു ലോബാണ്, ഇതൊരു അങ്ങനെ കുറെ ലോബുകളോട് കൂടിയുള്ള ന്യൂക്ലിയസോട് കൂടി പല രൂപത്തിലുള്ള ന്യൂക്ലിയസുകളാണ്.
പല ഷേപ്പിലുള്ള ഒരുപാട് ലോബുകളുള്ള ന്യൂക്ലിയസ്. അങ്ങനെയുള്ള മൾട്ടി ലോബ്ഡ് ന്യൂക്ലിയസ് ഉള്ള പിന്നെ ഗ്രാനുൾസ് കാണുന്ന ഒരു ഗ്രാനുലോസൈറ്റ് ആണ് ന്യൂട്രോഫില്ല്. ന്യൂട്രോഫില്ലാണ് മോസ്റ്റ് അബണ്ടന്റ് WBC. ടോട്ടൽ WBC കൗണ്ടിന്റെ 60 മുതൽ 65% വരെ ന്യൂട്രോഫില്ലാണ്. ദേ ആർ ഫാഗോസൈറ്റിക്. അവര് ഫാഗോസൈറ്റിക് ആണ്. ഓക്കെ, അപ്പൊ അതിനർത്ഥം എന്താണ്? ദേ ഡിസ്ട്രോയ് ഫോറിൻ ഓർഗാനിസം എന്ററിങ് ദ ബോഡി. ഓക്കെ, അവര് നമ്മുടെ ശരീരത്തിലേക്ക് കടക്കുന്ന ഫോറിൻ ഓർഗാനിസത്തെ, ഇവിടെ ഉദ്ദേശിക്കുന്നത് പാത്തോജൻസ് ആണ്. നമ്മുടെ ബ്ലഡിലേക്കൊക്കെ രോഗാണുക്കൾ കടക്കുമ്പോൾ, പാത്തോജനിക് ഓർഗാനിസംസ് കടക്കുമ്പോൾ അതിനെ വിഴുങ്ങി നശിപ്പിക്കും. ഓക്കെ, ദേ എൻഗൾഫ് ആൻഡ് ഡിസ്ട്രോയ് പാത്തോജൻ. അവര് രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കും. ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഫാഗോസൈറ്റോസിസ്, അല്ലെങ്കിൽ പറയും ഫാഗോസൈറ്റിക്. അപ്പൊ ദേ ആർ ഫാഗോസൈറ്റിക്, ദാറ്റ് ഈസ് they destroy foreign organism entering the body. അടുത്തത് അഗ്രാനുലോസൈറ്റ് ആണ്. അഗ്രാനുലോസൈറ്റ് എന്ന് പറഞ്ഞാൽ they have no granules in cytoplasm. അഗ്രാനുലോസൈറ്റ്, അതിൽ നമ്മൾ 2 എക്സാമ്പിളാണ് പഠിച്ചത്, ലിംഫോസൈറ്റും മോണോസൈറ്റും. അതിൽ ആദ്യത്തേതാണ് ലിംഫോസൈറ്റ്. ഇപ്പൊ ലിംഫോസൈറ്റിന്റെ പ്രത്യേകത സ്മോളസ്റ്റ് WBC ആണ്. ഉള്ളതിൽ വെച്ച് ഏറ്റവും ചെറിയ WBC ആണ് ലിംഫോസൈറ്റ്. അത് 2 ടൈപ്പ് ഉണ്ട് നമ്മൾ പറഞ്ഞിരുന്നു. ബി ലിംഫോസൈറ്റും ഉണ്ട്, ടി ലിംഫോസൈറ്റും ഉണ്ട്. അപ്പൊ ഈ ലിംഫോസൈറ്റിന്റെ ചിത്രത്തിൽ നോക്കിയാല് ലാർജ് റൗണ്ട് ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസ് വലുതാണ്, പക്ഷെ സെല്ലിന്റെ വലിപ്പം വളരെ ചെറുതാണ്. അപ്പോ ന്യൂക്ലിയസ് വലുതും സെല്ല് ചെറുതും ആകുമ്പോ സൈറ്റോപ്ലാസം കുറവായിരിക്കുമല്ലോ, അല്ലെ? അപ്പൊ സൈറ്റോപ്ലാസ്മിക് കണ്ടന്റ് കുറവാണ്. അങ്ങനെയുള്ള ഒരു സെല്ലാണ് ലാർജ് റൗണ്ട് ന്യൂക്ലിയസ് ഉള്ള ഒരു ചെറിയ സെല്ലാണ് ലിംഫോസൈറ്റ്. ലിംഫോസൈറ്റ് നമ്മൾ ബി ലിംഫോസൈറ്റും ടി ലിംഫോസൈറ്റും ഒക്കെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന സെല്ലുകളാണ്. അപ്പൊ റെസ്പോൺസിബിൾ ഫോർ ഇമ്മ്യൂൺ റെസ്പോൺസ് ഓഫ് ദ ബോഡി. ഓക്കെ, ലിംഫോസൈറ്റ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ ഇമ്മ്യൂൺ റെസ്പോൺസ് ഓഫ് ദ ബോഡി. നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തില് ആന്റിബോഡീസിനൊക്കെ ഉണ്ടാക്കുന്നത് ലിംഫോസൈറ്റ്സ് ആണ്. എഗ്രാനുലോസൈറ്റില് രണ്ടാമത്തേതാണ് മോണോസൈറ്റ്. മോണോസൈറ്റ് 6 to 8% ആണ്, അല്ലെ? ഓക്കെ, ഇതിന്റെ പ്രത്യേകത ലാർജസ്റ്റ് WBC ആണ്. സ്മോളസ്റ്റ് WBC ലിംഫോസൈറ്റ് ആയിരുന്നു. ലാർജസ്റ്റ് WBC ഏതാണ്? മോണോസൈറ്റ് ആണ്. ഇത് മോണോസൈറ്റിന്റെ ചിത്രമാണ്. ഈ മോണോസൈറ്റില് ന്യൂക്ലിയസ് ബീൻ ഷേപ്ഡ് ന്യൂക്ലിയസ് ആ, ഒരു പയറുമണിയുടെ ആകൃതിയിലുള്ള ന്യൂക്ലിയസ് ആണ്. ബീൻ ഷേപ്ഡ് ഓർ കിഡ്നി ഷേപ്ഡ് ന്യൂക്ലിയസ് എന്നും പറയാറുണ്ട്. ബീൻ ഷേപ്ഡ് ന്യൂക്ലിയസ് ഓർ കിഡ്നി ഷേപ്ഡ് ന്യൂക്ലിയസ്. കിഡ്നി ഷേപ്ഡ് ന്യൂക്ലിയസ് ആണ് മോണോസൈറ്റില്. കിഡ്നി ഷേപ്ഡ് ന്യൂക്ലിയസ്. ഇതിന്റെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫാഗോസൈറ്റോസിസ് ആണ്. നമ്മൾ നേരത്തെ ന്യൂട്രോഫില് ഫാഗോസൈറ്റിക് ആണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ മോണോസൈറ്റും എന്താണ്? ഫാഗോസൈറ്റിക് ആണ്. WBCയിൽ 2 എണ്ണമാണ് ഫാഗോസൈറ്റിക് സെല്ലുകള്. ഒന്ന് ന്യൂട്രോഫില്, മറ്റൊന്ന് മോണോസൈറ്റ്. ഇവ രണ്ടും ഫാഗോസൈറ്റിക് സെല്ലുകളാണ്. ഫാഗോസൈറ്റോസിസ് എന്ന് പറഞ്ഞാല് ദേ എൻഗൾഫ് ആൻഡ് ഡിസ്ട്രോയ് പാത്തോജൻ. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നു. അടുത്തത് പ്ലേറ്റ്ലെറ്റ്സ് ആണ്. നമുക്കറിയാം ബ്ലഡ് സെൽസിൽ മൂന്നാമത്തേതാണ് പ്ലേറ്റ്ലെറ്റ്സ്. Platelets also called thrombocyte. Thrombo means blood clot. Thrombo എന്ന വാക്കിന്റെ അർത്ഥം blood clot എന്നാണ്. Thrombo means blood clot. രക്തക്കട്ട. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന സെല്ലാണ് പ്ലേറ്റ്ലെറ്റ്. അതുകൊണ്ടാണ് അതിന് ത്രോംബോസൈറ്റ് എന്ന് പേരിട്ടിരിക്കുന്നത്. ഈ പ്ലേറ്റ്ലെറ്റ്സിന്റെ പ്രത്യേകത, പ്ലേറ്റ്ലെറ്റ്സ് ഈസ് നോട്ട് എ കംപ്ലീറ്റ് സെൽ. പ്ലേറ്റ്ലെറ്റ് ഒരു കംപ്ലീറ്റ് സെൽ അല്ല. ഇറ്റ് ഈസ് ദ ഫ്രാഗ്മെന്റ്സ് ഓഫ് സെൽസ്. നമ്മുടെ ബോൺമാരോക്കകത്തുള്ള ചില സെല്ലുകളുടെ ഫ്രാഗ്മെന്റുകളാണ് ഈ പ്ലേറ്റ്ലെറ്റുകൾ. അതുകൊണ്ട് തന്നെ ഇറഗുലർ ഷേപ്പ് ആയിരിക്കും. പ്രത്യേകിച്ച് ഒരു ഷേപ്പ് ഒന്നും ഇല്ലാത്ത സെല്ലുകളാണ് പ്ലേറ്റ്ലെറ്റ്സ്. ഓക്കെ, ഇങ്ങനെ പല ഷേപ്പിലുമാണ് പ്ലേറ്റ്ലെറ്റ്സുകൾ കാണുക. അത് കഷ്ണങ്ങളാണ്, ഫ്രാഗ്മെന്റുകളാണ്. ഓക്കെ, അപ്പോ നമ്മുടെ ബോൺമാരോയ്ക്കകത്താണ് എല്ലാ RBC, WBC, പ്ലേറ്റ്ലെറ്റ് ഇത് മൂന്നും ഫോം ചെയ്യുന്നത് ബോൺമാരോയ്ക്ക് അകത്ത് നിന്നാണ്, അസ്ഥി മജ്ജയ്ക്കുള്ളിൽ നിന്നാണ്.
അവിടെ ബോൺമാരോയ്ക്കകത്ത് ഒരു സെല്ലുണ്ട്, മെഗാ കാരിയോസൈറ്റ് എന്ന് പറയും. മെഗാ കാരിയോസൈറ്റ്. ഈ മെഗാ കാരിയോസൈറ്റ് എന്ന് പറയുന്ന സെല്ലിന്റെ ഫ്രാഗ്മെന്റുകളെയാണ് നമ്മൾ പ്ലേറ്റ്ലെറ്റ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ പ്ലേറ്റ്ലെറ്റ്സ് ആർ സെൽ ഫ്രാഗ്മെന്റ്സ് പ്രൊഡ്യൂസ്ഡ് ഫ്രം മെഗാ കാരിയോസൈറ്റ്സ്. എന്താണ് മെഗാ കാരിയോസൈറ്റ്സ്? സ്പെഷ്യൽ സെൽസ് ഇൻ ബോൺമാരോ. നമ്മുടെ ബോൺമാരോക്കകത്തുള്ള ഒരു സ്പെഷ്യൽ സെല്ലാണ് മെഗാ കാരിയോസൈറ്റ്. അതിന്റെ കഷ്ണങ്ങളെയാണ് നമ്മൾ പ്ലേറ്റ്ലെറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, പ്ലേറ്റ്ലെറ്റ് ഈസ് നോട്ട് എ കംപ്ലീറ്റ് സെൽ. ഈ പ്ലേറ്റ്ലെറ്റിന്റെ കൗണ്ട്, നോർമൽ കൗണ്ട് എത്രയാണ് ബ്ലഡില്? 1.5 to 3.5 lakh പെർ മൈക്രോ ലിറ്റർ ബ്ലഡ്, അല്ലെങ്കിൽ mm³ ഓഫ് ബ്ലഡ്, അല്ലെങ്കിൽ ക്യൂബിക് മില്ലിമീറ്റർ ബ്ലഡ്. ഒരു ക്യൂബിക് മില്ലിമീറ്റർ ബ്ലഡില് 1.5 ലക്ഷം 3.5 ലക്ഷം പ്ലേറ്റ്ലെറ്റുകൾ കാണും. ഓക്കെ, ഇനി ഇത് ഹെൽപ്പ് ചെയ്യുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ബ്ലഡ് ക്ലോട്ട് ആവാനാണ്. ഓക്കെ, ഇറ്റ് ഹെൽപ്സ് ഇൻ ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ്. നമ്മൾ ബ്ലഡ് ക്ലോട്ടിങ്ങിന്റെ മെക്കാനിസം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ നിങ്ങൾ പ്ലേറ്റ്ലെറ്റ്സിന്റെ പ്രാധാന്യം ആ സമയത്ത് കാണും. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ചത് ബ്ലഡിന്റെ കോമ്പോസിഷൻ ആണ്. ബ്ലഡില് 2 പാർട്ട് ഉണ്ട്, പ്ലാസ്മയും ഉണ്ട്, ഫോംഡ് എലമെന്റ്സും ഉണ്ട്. ഈ ഫോംഡ് എലമെന്റ്സ് 3 ഉണ്ടായിരുന്നു, RBC, WBC, പ്ലേറ്റ്ലെറ്റ്. അത് 3 നമ്മൾ വിശദീകരിച്ച് പറഞ്ഞു. ഓക്കെ, അതോടുകൂടി നമ്മൾ ഈ സെക്ഷൻ ഇവിടെ നിർത്തുകയാണ്. ഓക്കെ.